ഒരാൾ മരിച്ചതിനു ശേഷം, അതായത് റൂഹ് വിട്ട് പിരിഞ്ഞതിനു ശേഷം കുളിപ്പിച്ച് കഫൻ ചെയ്ത് എല്ലാവരോടും സലാം പറഞ്ഞു കഴിയുമ്പോൾ അതാ വരുന്നു പോകാനുള്ള വാഹനം, മയ്യത്ത് കട്ടിൽ. അതിൽ കയറ്റി എല്ലാവരും അവസാനമായി സലാം പറയുമ്പോൾ, വീട്ടുകാരെയും നാട്ടുകാരെയും വിട്ടുപിരിഞ്ഞു പോകുമ്പോൾ പെട്ടെന്നതാ മുൻപിൽ നിന്ന് തുടങ്ങുന്ന ഒരു ശബ്ദം, ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ. എല്ലാം വിട്ട് ആരൊക്കെയോ ചുമന്ന് പള്ളിയിൽ കൊണ്ടുപോയി നിസ്കരിച്ച് മറ്റാരോ പൊറുക്കലിനെ തേടി ഇരുട്ടിനാൽ അലങ്കരിച്ച ഖബർ എന്ന ഒറ്റപ്പെടുന്ന മണിയറയിലേക്ക് ജീവിച്ചിരുന്നപ്പോഴത്തെ കണക്കുകൾ അനുസരിച്ച് മഹാശിക്ഷകൾ ഏറ്റുവാങ്ങേണ്ട സ്ഥലം, സുന്ദരമാക്കി വെച്ച ശരീരം ഭക്ഷണമാക്കാനായി കാത്തിരിക്കുന്ന പുഴുക്കളുടെ സ്ഥലം, വലത് കവിൾ മണ്ണിലേക്ക് ചേർത്ത് കിബിലക്ക് നേരെ മുഖം തിരിച്ചു കിടത്തി മൂടുപലക വെച്ച് 3 പിടി മണ്ണിട്ട് കൊണ്ടുവന്നവർ പിരിഞ്ഞുപോയി കഴിഞ്ഞാൽ ആരും സഹായത്തിനില്ലാതെ ആ ഇരുട്ടറയിൽ ഒറ്റപ്പെട്ടു പോയില്ലേ? യാ അല്ലാഹ്, ഖബറിന്റെ ആലിംഗനത്താൽ അസ്ഥികൾ പൊടിഞ്ഞു പോകുമ്പോൾ മറ്റ് ഖബറിലുള്ളവർ പൊട്ടിക്കരഞ്ഞു പോകുമത്രേ. അല്ലാഹു എത്ര വലിയവനാണ്! എല്ലാം മുൻകൂട്ടി പറഞ്ഞു തന്നിട്ടും നമ്മളെന്തേ അതിനെക്കുറിച്ച് ചിന്തിക്കാത്തത്? പടച്ചവൻ നമ്മുടെ ഖബർ വിശാലമാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഒരാൾ ദിവസവും 3 തവണ നരകത്തിൽ നിന്നും അള്ളാഹുവിനോട് അഭയം തേടിയാൽ, അള്ളാഹുവേ അവനെ നരകത്തെ തൊട്ട് കാക്കണേ എന്ന് നരകം അള്ളാഹുവിനോട് ദുആ ചെയ്യും. ഒരാൾ ദിവസം 3 തവണ അള്ളാഹുവിനോട് സ്വർഗം ചോദിച്ചാൽ, അള്ളാഹുവേ അവനെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ എന്ന് സ്വർഗം അള്ളാഹുവിനോട് ദുആ ചെയ്യും. ഒരാൾ എല്ലാ ഫർള് നിസ്കാരത്തിനു ശേഷം ആയത്തുൽ കുർസി ഓതിയാൽ അവന് സ്വർഗത്തിൽ കടക്കുവാൻ തടസ്സം മരണം മാത്രമാണ്. എല്ലാ രോഗങ്ങൾക്കും സങ്കടങ്ങൾക്കുമുള്ള ദിവ്യ ഔഷധം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നുള്ളതാണ്. ഒരാൾ ദിവസവും 10 തവണ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയാൽ അള്ളാഹു അവനു വേണ്ടി സ്വർഗത്തിൽ കൊട്ടാരം പണിയും എന്ന് നാം കേട്ടതാണ്. അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. അറിവുകളാണെങ്കിലും ഈ ചെറിയ വീഡിയോകളാണെങ്കിലും മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനായി നിങ്ങൾ ഓരോരുത്തരും ഷെയർ ചെയ്യുക. കൂടാതെ ഇത് ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുക. യൂട്യൂബിലാണെങ്കിൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാ പുതിയ വീഡിയോസും കാണുക, ഷെയർ ചെയ്യുക.